ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മാരേജ് ബൊക്കറ്റും അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ആയിട്ടാട്ടോ ഞാൻ പൊക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ കെട്ടൊക്കെ ഒഴിവാക്കി കൊടുക്കട്ടെ. ഫ്ലവേഴ്സിനൊന്ന് ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ബൊക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് റീസൈക്ലിങ് ചെയ്ത് കണ്ട് വീണ്ടും അവളുടെ മാരേജിന് ഞാൻ എന്താ പറയുക ബൊക്കറ്റ് വേറൊരു മോഡല് ബൊക്കറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൊക്കക്ക് ഞാൻ ഇതിലുള്ള റെഡ് ഫ്ലവറും അതുപോലെ തന്നെ വൈറ്റും മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾഡർ മുന്നേ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒയാസിസ് വെച്ചിട്ട് മുകളിൽ ഞാൻ വൈറ്റ് ഫ്ലവറും അതുപോലെ തന്നെ താഴെ റെഡ് ഫ്ലവറും ആണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഉള്ളിലുള്ള ഗ്രീൻ കളറുള്ള ആ ഒരു തെർമാക്കോൾ അല്ലെങ്കിൽ ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനത്തിന് പറയുന്ന പേരാണ് ഒയാസിസ്. അത് അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് താഴെ ഇതുപോലെ തന്നെ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് പോരാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് പിന്നെ ഒരു റെഡ് ഫ്ലവറൊക്കെ കണ്ടാൽ നമുക്ക് ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഒരു കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഇലൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലുള്ള ഈ ഒരു പുല്ലിൻ്റെ പോലെ സംഭവങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു മുകളിൽ കാണുന്ന ഒരു ചെറിയ മൊട്ട് പോലത്തെ സംഭവമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഇല ഇടയ്ക്ക് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. ഇതാവുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പം നിങ്ങൾക്കും കൂടി ഈ ബൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാർട്ട് ലൈക്ക് കൊടുക്കായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത വർക്കിലോട്ട് പോകാം. ഈ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതായത് നമ്മൾ ചോക്ലേറ്റ് ടവറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചോക്ലേറ്റും അതുപോലെ ഫോട്ടോ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 തെർമാക്കോൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഒരു തെർമാക്കോളാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് ബേസ് ആക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനെക്കാട്ടി നല്ലത് നമുക്ക് വേങ്ങിയാൽ മതിയല്ലോ എന്ന്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കാണ്ട് എന്താ പറയുക അതൊരു പെർഫെക്റ്റായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. ആ ഒരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുമല്ല നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിനാദ്യം ഞാനൊരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അതായത് ഈ ചെറിയ തെർമാക്കോൾ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൂത്ത് പിക്ക് എടുത്തിട്ട് എന്താ പറയുക ആദ്യം ഈ കട്ടുള്ള ഈ തെർമാക്കോൾ ഉണ്ടല്ലോ അവിടെ ഹോളാക്കിയിട്ട് എന്നിട്ട് ബാക്ക് ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വലിയ ഈ തെർമാക്കോളിലേക്ക് അമർത്തി കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതുപോലെ തന്നെ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ല ടൈറ്റിൽ കിട്ടും. ഈ ടൂത്ത് പിക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇനിയിപ്പോൾ ഈ ഒരു സെയിം തെർമാക്കോളല്ല, ഇതിപ്പോൾ ഞാൻ തന്നെ ഇത് ജ്യൂസ് മെഷീൻ അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ തെർമാക്കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വേറെ ഏതൊരു മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലൂ ഗണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ല എന്താ പറയുക ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും അനങ്ങാത്ത രീതിയിൽ, കാരണം തെർമാക്കോൾ ഓൾറെഡി നല്ല കട്ടിങ് കാനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഒട്ടിച്ച് വലിച്ചിട്ടൊന്നും നേർക്ക് കിട്ടണമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ബേസ് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടി കളയാനുണ്ട്. ചെത്തി കളഞ്ഞാൽ നമുക്ക് ബേസ് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടിയാണ് ഈ ഫോട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കാന്ന് വെച്ചത്. ഇതിലിപ്പം ഒരു പണിയുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് സിസർ കൊണ്ട് കട്ട് ചെയ്യണം. സിസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ സിസർ ഇല്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. 3 ഭാഗം കട്ട് ചെയ്തിട്ട് നടുവിൽ ചോക്ലേറ്റ് കവർ കളഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ട് 2 ഭാഗം അമർത്തി കൊടുത്ത് നമുക്ക് ചോക്ലേറ്റ് റെഡിയാകും. ഫോട്ടോ ചോക്ലേറ്റ് സെറ്റാകും. ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് വേണമല്ലോ അല്ലേ, അരികെ സെറ്റാക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇത് ചെറിയൊരു കത്രിക എടുത്തിട്ട് ഞാൻ അരികും കൂടി ഇതുപോലെ സൈഡ് ആക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആണ് ചെയ്ത് കൊടുക്കുന്നത്. സിസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സിസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചോക്ലേറ്റൊക്കെ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും ടോട്ടൽ 15 എണ്ണം ഉണ്ടായിരുന്നത്.
നമ്മൾ സാധാ സെല്ലോ ടേപ്പ് എടുക്കുക, സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഇതുപോലെ 2 ഇതാക്കിയിട്ട് മടക്കിയിട്ട് എന്താ പറയുക, അപ്പോൾ നമുക്ക് 2 ഭാഗവും ഇതുപോലെ ഇങ്ങനെ പശയായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് മറ്റേ ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ സൈഡിൻ്റെ അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ 2 തട്ടും അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഡബിൾ സൈഡ് ടാപ്പിൻ്റെ അത്ര അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. പെർഫെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒട്ടിപ്പ് കിട്ടൂല. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ ഈ ഒരു റിബൺ വെച്ച് കണ്ടാണ് കെട്ടി കൊടുത്തത്. അതാവുമ്പോൾ പിന്നെ അവിടെ നല്ലോണമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളും. 2 റിബണും കൂടി 2 ഭാഗത്തായി കണ്ട് കെട്ടി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഫ്ലവേഴ്സ് വെച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, കുറച്ച് ഫ്ലവേഴ്സ്. അതൊക്കെ ഇതുപോലെ തണ്ടും ഇലയും ഒക്കെ കളഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഫ്ലവേഴ്സ് ഒന്ന് അവിടെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. സംഭവം അടിപൊളിയല്ലേ, കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ നിങ്ങളും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ലീഫും കൂടി വെച്ച് കൊടുക്കാം. മറ്റേ കുറച്ചൊരു ടഫ് ഉണ്ട്. എന്നിട്ട് മുകളിൽ ഇതുപോലെ തന്നെ റെഡ് റോസ് വെച്ചിട്ട് ഒന്നിങ്ങനെ വിടർത്തിയൊക്കെ കൊടുത്താൽ നമുക്ക് സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഗോൾഡ് ഷെയ്ഡിലുള്ള ഒരു ബർത്ത്ഡേ ഒരു സ്റ്റിക്കും കൂടി വെച്ചാൽ സംഭവം സെറ്റായി. അപ്പോൾ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ശരി, ബൈ.